ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തക്കാളി നടീലാണ്. എൻ്റെ പഴയ തക്കാളിയൊക്കെ ഉണങ്ങിപ്പോയി, കായ്ക്കലൊക്കെ കഴിഞ്ഞ് ഉണങ്ങിയിട്ടോ. ഇനി അതൊക്കെ പറിച്ച് കളഞ്ഞ് നമ്മൾക്ക് പുതിയ തൈ ഞാൻ പാകി വെച്ചിട്ടുണ്ട്, അത് നട്ടു കൊടുക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ എല്ലാ ചട്ടിയും ഒഴിവാക്കിയിട്ടോ, എല്ലാതും പറിച്ച് കളഞ്ഞു. ചട്ടിയൊക്കെ മണ്ണൊക്കെ നല്ലോണം ഇളക്കി ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൈ നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാകി വെച്ച തക്കാളി തൈയാണിത് കേട്ടോ. ഇത് ഹൈബ്രിഡ് തക്കാളി തൈ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിക്കണേ. ഉണ്ടാവുമ്പോൾ എങ്ങനെയെന്നൊന്നും അറിയില്ല, നോക്കി നോക്കാം നമുക്ക്. അപ്പം ഞാൻ എല്ലാ ചട്ടിയിലും ചാണകപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഞാൻ ഇപ്പോൾ വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണില്ല, വെറും ചാണകപ്പൊടിയിലാണ് ഞാൻ നട്ട് കൊടുക്കണേ. അപ്പോൾ എല്ലാ ചട്ടിയിലും ചാണകപ്പൊടി ഞാനിതാ കുറേശ്ശെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി മിക്സ് അത് മണ്ണും അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലാണ് ഈ തക്കാളി നടുന്നത്. അപ്പോൾ ഞാനത് പാകി വെച്ച തക്കാളി ഓരോന്നും പറിക്കണേ. ഹൈബ്രിഡ് തക്കാളിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ കരുത്ത് കുറവാണ് കേട്ടോ. നമ്മൾ കൂട്ടാൻ വെക്കുന്ന തക്കാളി പാകിയ മാതിരി തന്നെയാണ്, കരുത്തില്ലാത്ത തൈകളാണ്. അപ്പോൾ ഞാൻ ഓരോ ചട്ടിയിലും 2 ഈച്ച തൈയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതെന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ 2 തൈയും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു തൈ പോയാലോ ഒന്നുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ 2 തൈയും ഇങ്ങനെ എല്ലാ ചട്ടിയിലും ഈ 2 തൈ വെച്ച് കൊടുക്കണേ. വലിയ കരുത്തില്ലാത്ത തൈയാണ്, അപ്പോൾ ഒക്കെ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇതൊരു കരിയില നിറച്ച് കഴിഞ്ഞ പ്രാവശ്യം കരിയില നിറച്ച് വെച്ച ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ലൂസ് മണ്ണാണ് കേട്ടോ, നല്ല ഇളക്കമുള്ള മണ്ണാണ്, കട്ടിയായിട്ടില്ല മണ്ണ്. കരിയിലിട്ട് നിറച്ച് വെച്ചാൽ അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ആ ചട്ടി തന്നെയാണ് നട്ട് കൊടുക്കണേ, മണ്ണൊന്നും മാറ്റാതെ ഇതിൽ ചാണകപ്പൊടി ഇട്ടിട്ടാണ് നട്ട് കൊടുക്കണേ. അപ്പം ഞാൻ എല്ലാ ചട്ടിയിലും നട്ട് കൊടുത്തു കേട്ടോ. ഇത്രയും ചട്ടികൾ ഞാൻ തക്കാളി നട്ടിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം, മഴ ഇല്ലല്ലോ, മഴ പെയ്യുമെന്നറിയില്ല. നല്ല മഴ പെയ്താലോ ഇത് ഒടിഞ്ഞു പോകാനും സാധ്യത ഉണ്ട്. അപ്പം ഞാൻ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ. അപ്പം ഞാൻ എല്ലാ ചട്ടിയിലും വെള്ളം നനച്ചു കേട്ടോ. നമുക്ക് ഇതിന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെക്കണം. ഞാനിപ്പോൾ ഈ കുപ്പി എടുത്തിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ മൂടി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നല്ല മഴ വരുമ്പോൾ ഇതിൻ്റെ തൈയൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ കുപ്പിയും ഇങ്ങനെ കത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേര് പിടിച്ചാൽ നമുക്കിതെടുത്ത് മാറ്റാം, അതുവരെ അങ്ങനെ നിൽക്കട്ടെ, വെയിലാണെങ്കിലും വാടൂല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യാം കേട്ടോ.